ജീവൻസി ഇൻഷുറൻസ് പ്ലാനിന്റെ മണി ടോക്സ് എന്ന ഫിനാൻഷ്യൽ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഞാൻ ശ്രീവത്സൻ. കോവിഡ് പോസിറ്റീവായവരുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനും ആശുപത്രി ചെലവുകൾ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക പൊതുമേഖലാ ബാങ്കുകളും കൊറോണയ്ക്കുള്ള ആവശ്യമുള്ള ഒരു വായ്പാ പദ്ധതി രൂപീകരിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം പ്രതിമാസം 10,000 രൂപക്ക് മേലെ തിരിച്ചടവ് വരുന്ന 8.5% വാർഷിക പലിശയുള്ള 5 വർഷത്തേക്കുള്ള 5 ലക്ഷം രൂപ നൽകുന്ന SBIയുടെ കവച് എന്ന ലോൺ പദ്ധതിയെ കുറിച്ചും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും EMI കുറിച്ചും അത്തരം ലോണുകൾ എടുത്ത് അടക്കുന്ന EMIയുടെ 2 മാസ തവണ കൊണ്ട് സമഗ്രമായ ഇൻഷുറൻസ് പരീക്ഷയുള്ള ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ കണ്ടതിന് ശേഷം തുടർന്നുള്ള ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അതിനൊപ്പം തന്നെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതിന് പ്രകാരം നമ്മളെ EMIക്ക് കീശയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ച് തുടർന്നുള്ള വീഡിയോയിൽ ചർച്ച ചെയ്യാമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു ബെസ്റ്റ് പോളിസിയെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒറ്റ ഇൻഷുറൻസ് തുക കൊണ്ട് എൻ്റെ ഫാമിലീസിനെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാമിലി ഫ്ലോട്ടർ പദ്ധതി, അടിസ്ഥാന ഇൻഷുറൻസ് തുക പുറമെ അനവധി ആനുകൂല്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സവിശേഷ പദ്ധതി. അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുക പൂർണ്ണമായും ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാലും അതേ വർഷം കുടുംബത്തിലെ മറ്റങ്ങൾക്ക് വീണ്ടും ഒരു എമർജൻസി വരുന്ന സമയങ്ങളിൽ കൂടുതൽ തുക ലഭ്യമാക്കുന്ന റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള പദ്ധതി. ഒറ്റ ആശുപത്രി ചെലവ് തന്നെ ബില്ലുകൾ കൂടി വന്നാൽ കയ്യിൽ നിന്ന് കാശ് കൊടുക്കാതെ തന്നെ ആ മുഴുവൻ ബില്ലുകളും തീർപ്പാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള റീചാർജ് ബെനിഫിറ്റ് ഉള്ള പദ്ധതി. അങ്ങനെ അനവധി ആനുകൂല്യങ്ങളുള്ള ഒരു സൂപ്പർ സേവർ പദ്ധതി, ഒരു അടിപൊളി ഫാമിലി ഫ്ലോട്ടർ പദ്ധതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ എന്ന പദ്ധതിയെ കുറിച്ചാണ്. നമുക്ക് പദ്ധതിയുടെ ഫീച്ചേഴ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഈ പോളിസിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 65 വയസ്സുകളുടെ അഡൽട്സിനാണ് ഇതിൽ എൻട്രി കൊടുത്തിരിക്കുന്നത്. അതിനപ്പുറം 16 ദിവസം മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയും ഇതിൽ ഉൾപ്പെടുത്താം. 65 വയസ്സിന് താഴെയുള്ള പേരൻസ് ലോസിനെയും ഇതിൽ ഉൾപ്പെടുത്താം എന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ടോട്ടൽ അങ്ങനെ 9 അംഗങ്ങളുള്ള കുടുംബത്തെ നമുക്ക് ഈ ഒരു സൂപ്പർ ഫാമിലി ഫ്ലോട്ടറിൽ ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇതിന്റെ സം ഇൻഷുർഡ് 3 ലക്ഷം മുതൽ 25 ലക്ഷം വരെയാണ് ഇൻഷുറൻസിന്റെ സം ഇൻഷുർഡ് കൊടുത്തിരിക്കുന്നത്. 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം എന്നീ കവറേജ് ഉള്ള ഇൻഷുറൻസ് പോളിസികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സം ഇൻഷുർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നും തന്നെയില്ല, ഒരു മെഡിക്കൽ എമർജൻസി വരികയും നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ആശുപത്രി ചെലവ് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇത്ര പരിധി വരെ ഉപയോഗിക്കാൻ പറ്റും എന്ന് നിശ്ചയിക്കുന്നതിനെയാണ് സം ഇൻഷുർഡ് എന്ന് പറയുന്നത്. അതാണ് 3 ലക്ഷം മുതൽ 25 ലക്ഷം വരെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പറഞ്ഞു വരുമ്പോൾ ഒരു ടിപ്പും കൂടെ എനിക്ക് പറയാൻ സാധിക്കും. അതായത് നമ്മൾ ഈ 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും തുടങ്ങുന്ന പോളിസി ആണെങ്കിൽ പോലും 5 ലക്ഷം മുതൽ മുകളിലേക്കുള്ള പോളിസി എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതിൽ ഒരുപാട് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. എന്തൊക്കെയാണ് എന്ന് നമുക്ക് പറഞ്ഞു വരുമ്പോൾ തന്നെ കുറച്ചും കൂടെ നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പോൾ നമ്മൾ ഒരു ആശുപത്രിയിൽ നമ്മൾ ചികിത്സ നേടുമ്പോൾ ഏറ്റവും ആദ്യം പരമപ്രധാനമായി ചിന്തിക്കേണ്ട ഒരു വിഷയവും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യവും റൂം റെന്റ് എത്ര കിട്ടും എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ എല്ലാവിധ ആശുപത്രി ചെലവുകളും ബേസ് ചെയ്യുന്നത് ഒരു റൂം റെന്റിന്റെ ബേസ് ആയിട്ടാണ്. 3 ലക്ഷം മുതൽ 4 ലക്ഷം വരെയുള്ള ഇൻഷുറൻസ് തുകകൾക്ക് 5000 രൂപ വരെയാണ് പ്രതിദിനം റൂം റെന്റ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 5 ലക്ഷം മുതൽ മുകളിലേക്കുള്ള പോളിസിയിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് AC റൂമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഞാൻ 5 ലക്ഷം മുതൽ മുകളിലേക്ക് എടുക്കണം എന്ന് സജസ്റ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം റൂം റെന്റ് ആക്ച്വൽസ് കിട്ടുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും അധികം പൈസ നഷ്ടപ്പെടാതെ തന്നെ മുഴുവൻ ആക്ച്വൽസും നമുക്ക് അതിൽ നിന്നും ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിനെ കൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തേത്, നമുക്ക് ICUയുടെ ആക്ച്വൽസ് നമുക്ക് ലഭിക്കും. ICU ചാർജസ് ആക്ച്വൽസ് ആണ് നമുക്ക് ഇതിൽ നൽകപ്പെടുന്നത്. ഇതിൽ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ഫീസ്, സർജൻസ്, അനസ്തറ്റിസ്റ്റ്, അതുപോലെ ഫിസിഷ്യൻസ്, ഇതുപോലുള്ള ഇവരുടെയൊക്കെ കൺസൾട്ടിംഗ് ഫീസ് ആക്ച്വൽസ് ആണ്. അതുപോലെ അനസ്തേഷ്യ, ബ്ലഡ്, ഓക്സിജൻ,
പേസ് മേക്കർ, സ്റ്റൺസ്, ഇതിന്റെ കോസ്റ്റ് നമുക്ക് ഇത് തന്നെ ആക്ച്വൽ ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് ഇതിൽ ഇൻബിൽട്ട് ആണ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് 60 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് 90 ദിവസവുമാണ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നും തന്നെയില്ല. ഒരു അസുഖത്തിന് നമ്മൾ അഡ്മിറ്റ് ആവേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിന് മുന്നേ പ്രയർ ടു അഡ്മിഷൻ 60 ദിവസം മുമ്പേ ഉള്ള നമ്മൾ എക്സ്പെൻസ് എന്തൊക്കെയാണോ വരുന്നത്, അത് ചിലപ്പോൾ മെഡിസിൻസ് ആവാം, ലാബ് ടെസ്റ്റുകളാവാം, ഡോക്ടർ ഫീസുകളാവാം, എന്തായാലും അത് ആക്ച്വലി ബി പേഡ്. അത് അഡ്മിറ്റിന് മുമ്പുള്ള പ്രയർ ടു അഡ്മിഷൻ 60 ഡേയ്സ്. ദെൻ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്ചാർജിന് ശേഷമുള്ള 90 ദിവസമാണ്. അതായത് നമ്മൾ ഡിസ്ചാർജിന് ശേഷം വരുന്ന ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ്സ്, അതിനോട് ഒരു വർഷത്തിന്റെ എക്സ്റേ വന്നേക്കാം, ലാബ് ടെസ്റ്റുകൾ വന്നേക്കാം, സ്കാനിങ് വന്നേക്കാം, മെഡിസിൻസ് വന്നേക്കാം, എന്തൊക്കെയാണോ വരുന്നത് അതൊക്കെ നമുക്ക് 90 ഡേയ്സ് വരേക്കും ഡിസ്ചാർജിന് ശേഷം പേയബിൾ ആണ്. ഇതിൽ എമർജൻസി മെഡിക്കൽ ആംബുലൻസ് ചാർജും കൂടെ ഉൾപ്പെടുന്നുണ്ട്. അത് പെർ ഹോസ്പിറ്റലൈസേഷന് 750 രൂപയും ഒരു പോളിസി വർഷം 1500 രൂപയാണ് റോഡ് ആംബുലൻസിന്റെ ചാർജ് ആയിട്ട് ഇത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എങ്കിൽ 5 ലക്ഷം മുതൽ മുകളിലേക്കുള്ള പോളിസിയിൽ എയർ ആംബുലൻസ് ഫെസിലിറ്റിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ 5 ലക്ഷം മുതൽ മുകളിലേക്ക് എടുക്കാനുള്ള പോളിസി എടുക്കാൻ പറഞ്ഞതിന് രണ്ടാമത്തെ കാരണമാണ് അതിൽ എയർ ആംബുലൻസ് ഫെസിലിറ്റിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. എയർ ആംബുലൻസ് ഫെസിലിറ്റി സം ഇൻഷുർഡിന്റെ 10% നിശ്ചയിച്ചിരിക്കുന്നത്. ഏകദേശം ഉദാഹരണത്തിന് 5 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുകയാണെങ്കിൽ 50,000 രൂപ വരേക്കുള്ള എയർ ആംബുലൻസ് ഫെസിലിറ്റി ഇതിൽ അവൈലബിൾ ആണ്. അടുത്ത ഒരു ആഡഡ് ബെനിഫിറ്റ് ആണ് ഓർഗൻ ഡോണർ സർജിക്കൽ എക്സ്പെൻസസ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്നത്തെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ കോമൺ ആയിരിക്കുന്ന ഈ കാലത്ത് ഡോണർ സർജിക്കൽ എക്സ്പെൻസും കൂടി ഇതിൽ കവർ ചെയ്യും. അത് പോളിസി എമൗണ്ടിന്റെ 10% വരെയാണ് നമുക്ക് ഇതിലെ കവറേജ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്തായി നമുക്ക് മെഡിക്കൽ ഇവാക്യുവേഷൻ ബെനിഫിറ്റ് ആണ്. നമ്മൾ പറഞ്ഞ റോഡ് ആംബുലൻസിന്റെ ഫെസിലിറ്റിയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതല്ലാത്ത രീതിയിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ, ഒരു ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ വരികയും അഥവാ നമ്മൾ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ മതിയായ സൗകര്യമില്ലാത്ത രീതിയിൽ മറ്റൊരു സൗകര്യമുള്ള ആശുപത്രിയിൽ നമ്മൾ പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു സമയങ്ങളിലും കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള മെഡിക്കൽ ഇവാക്യുവേഷൻ ബെനിഫിറ്റ് അത് നമ്മൾ സം ഇൻഷുർഡ് എടുക്കുന്ന കണക്കായി 5000 മുതൽ 10,000 വരെയായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നു. സം ഇൻഷുർഡ് 4 ലക്ഷം രൂപ വരെ 5000 രൂപയും 5 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ 7500 രൂപയും 20 ലക്ഷം മുതൽ 25 ലക്ഷം വരെ കവറേജുള്ള പോളിസികൾ അത് 10,000 രൂപയുമായിട്ടാണ് ഈ പോളിസിയിൽ മെഡിക്കൽ ഇവാക്യുവേഷൻ ബെനിഫിറ്റ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ് കമ്പാഷനേറ്റഡ് ട്രാവൽ എന്നുള്ള ബെനിഫിറ്റ്. അതായത് നമ്മൾ പലരും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും ചിലപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ വന്നേക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യും, അതായത് ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യും. അവിടുന്ന് വല്ല മെഡിക്കൽ എമർജൻസി മുഖാന്തരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സാഹചര്യം വരുവാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ നിയർബോട്ട് ഇല്ല എങ്കിൽ നാട്ടിൽ നിന്നുള്ള ഒരു ബൈസ്റ്റാൻഡർക്ക് എത്രയും പെട്ടെന്ന് ബൈ എയർ ഫ്ലൈറ്റ് വഴി എത്താനുള്ള ഒരു ഫെസിലിറ്റി, അതിനുള്ള വോയിസും കൂടെ സ്റ്റാർക്കത്ത് ഈ പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിശ്ചയ സംരക്ഷണത്തിന് മുകളിലാണ്, അതായത് 10 lakhs മുകളിലുള്ള പോളിസിയിൽ മാത്രമാണ് ആ കമ്പാഷനേറ്റഡ് ട്രാവൽ എന്ന് പ്രത്യേകിച്ച് ഓർക്കുക. മറ്റൊരു ബെനിഫിറ്റ് ആണ് അസിസ്റ്റന്റ് റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റിനുള്ള ഫെസിലിറ്റി. നമുക്ക് സബ്ഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റ് ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് നിശ്ചിത തുക വരും. അതായത് നമ്മൾ പ്രത്യേകിച്ച് നോക്കുക, നമ്മൾ ഇൻപേഷ്യന്റ് ആവശ്യമില്ല, അഡ്മിഷൻ ഇല്ലാതെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാതെയുള്ള ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾക്കാണ് ഈ സ്റ്റാർക്കത്ത് ഈ ഒരു പോളിസിയിൽ ബെനിഫിറ്റ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതിനൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷം കംപ്ലീറ്റ് ആയ പോളിസി, 36 മാസത്തെ കംപ്ലീഷൻ ആയ പോളിസികളിൽ മാത്രമാണ് അസിസ്റ്റന്റ് റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് 5 ലക്ഷം മുതൽ മുകളിലേക്കുള്ള പോളിസിയിലാണ് നൽകപ്പെടുന്നത്. ഞാൻ സ്വാഭാവികമായിട്ടും 5 ലക്ഷം മുതൽ മുകളിലേക്ക് പറയാനുള്ള മറ്റൊരു ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. 5 ലക്ഷം മുതൽ മുകളിലേക്കുള്ള പോളിസിയിൽ അത് നിശ്ചിത സ്ലാബുകളിൽ അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള പോളിസികളിൽ അത് 1 lakh വരെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. 10 ലക്ഷവും അതിന് മുകളിലേക്കുള്ള പോളിസികൾ അത് 2 ലക്ഷമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. ഹെൽത്ത് ചെക്കപ്പിനുള്ള സൗകര്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 750 രൂപ മുതൽ 3500 രൂപ വരെയാണ് ക്ലെയിം ഫ്രീ ഉള്ള വർഷങ്ങളിൽ നമുക്ക് ഹെൽത്ത് ചെക്കപ്പിനോട് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഇൻഷുറൻസിന്റെ തുകയ്ക്ക് അനുസരിച്ചിട്ട് സ്ലാബിൽ വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് എങ്ങനെയാണ് ആ സ്ലാബ് എന്ന് പരിശോധിക്കാം. അതായത് 3 ലക്ഷം രൂപക്ക് 750 രൂപ, 4 ലക്ഷം രൂപക്ക് 1000 രൂപ, 5 ലക്ഷം രൂപക്ക് 1500 രൂപ, അതുപോലെ
10 ലക്ഷം രൂപക്ക് 2000 രൂപ, 15 ലക്ഷത്തിന് 2500, 20 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പോളിസിക്ക് 3000 രൂപ, 25 ലക്ഷത്തിന്റെ പോളിസിക്ക് 3500 രൂപ. ഇങ്ങനെയാണ് നമുക്ക് ഹെൽത്ത് ചെക്കപ്പിന്റെ സ്ലാബ്, ടോക്കൺ, വൗച്ചറുകൾ ഇതിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ റോഡ് ട്രാഫിക് ആക്സിഡന്റിന് നമുക്കിതിൽ അധിക ഇൻഷുറൻസ് പരിരക്ഷ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് നമ്മൾ അടിസ്ഥാന തുകക്ക് പുറമെ അതിന്റെ 25% ഇൻഷുറൻസിന്റെ കവറേജ് അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 5 ലക്ഷത്തിന്റെ പോളിസി എടുക്കുന്ന ഒരാൾക്ക് നിർഭാഗ്യവശാൽ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടാവുകയും ആശുപത്രി അഡ്മിറ്റ് ആവേണ്ട സാഹചര്യം വരികയാണെങ്കിൽ 6.25 ലക്ഷം രൂപ, 1.25 ലക്ഷം രൂപ കൂടെ പ്ലസ് ചെയ്തിട്ട് 5 ലക്ഷത്തിന്റെ പോളിസി എടുക്കുന്ന ഒരാൾക്ക് 6.25 ലക്ഷം രൂപ വരെയുള്ള ആശുപത്രി ചെലവുകൾ ഇതുവഴി നമുക്ക് നേടാൻ സാധിക്കും. ഈ പോളിസിയിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആണ് ഇനി പറയാൻ പോകുന്നത് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ഫെസിലിറ്റി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ എല്ലാ പോപ്പുലർ ഇൻഷുറൻസ് സ്കീമുകളും ഇൻഷുറൻസ് പോളിസികളിലും ഈ ഓട്ടോ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഇൻബിൽറ്റ് ആണ്. അതായത് അടിസ്ഥാന തുകക്ക് പുറമെ മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതേ വർഷം മറ്റൊരു അസുഖം അടുത്ത ഫാമിലി മെമ്പർക്ക് വരികയാണെങ്കിൽ എടുത്ത അടിസ്ഥാന ഇൻഷുറൻസ് തുക ഒന്നുകൂടെ റീഫിൽ ചെയ്ത് കൊടുക്കുന്നതിനാണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പോളിസിയിൽ അത് 3 തവണയാണ് റീസ്റ്റോറേഷൻ കൊടുക്കുന്നത്. അതായത് 5 ലക്ഷത്തിന്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ 3 തവണ റീഫിൽ ചെയ്ത് കൊടുക്കും. 15 ലക്ഷം രൂപ വരെ റീസ്റ്റോർ ചെയ്തെടുക്കാനുള്ള ഒരു സൗകര്യം ഈ പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഈ പോളിസിയെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്ന ഒന്നാമത്തെ ഒരു ഘടകം. പക്ഷെ അതിൽ റിസ്റ്റോറേഷൻ ബെനിഫിറ്റിൽ സർട്ടൻ കണ്ടീഷൻസ് അതിലുണ്ട്. തീർച്ചയായിട്ടും അത് തുടർന്നുള്ള റീഫിൽ ചെയ്യുന്ന സംബന്ധിച്ചോട് അപകട മുഖാന്തരമുള്ള ഹോസ്പിറ്റലൈസേഷന് ബാധകമല്ല. അതുപോലെ നമ്മൾ ഉപയോഗിച്ച ഏത് അസുഖത്തിനാണോ നമ്മൾ ആ ട്രീറ്റ്മെന്റ് മുമ്പത്തെ അടിസ്ഥാന ഇൻഷുറൻസ് തുക ഉപയോഗിച്ചത് അതിന്റെ തുടർ ട്രീറ്റ്മെന്റിന് ഈ തുക ലഭ്യമാവില്ല. പക്ഷേ അതേ സമയത്ത് കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങൾക്കും അല്ലെങ്കിൽ ഉപയോഗിച്ചവർക്കും മറ്റൊരു അസുഖം വരുന്ന സാഹചര്യങ്ങളിൽ ഈ റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് പൂർണ്ണമായും സഹായമാവുന്നതിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു ആഡ്-ഓൺ ബെനിഫിറ്റ് ആണ് ഈ പോളിസി റീചാർജ് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി, ഒരു ആനുകൂല്യം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമ്മേഷനോട് പൂർണ്ണമായും എക്സോസ്റ്റ് ചെയ്തതിനു ശേഷം വരുന്ന ക്ലെയിമുകൾക്കാണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് സാധ്യമാവുന്നത്. അതേ സമയത്ത് ഒരാശുപത്രിയിൽ, കാരണം ഇന്ന് അനുദിനം ആശുപത്രി ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മോഡേൺ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെന്റുകളാണ് പലതും വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എത്ര ആശുപത്രി ചെലവ് എപ്പോൾ എങ്ങനെ വരും എന്ന് ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഒരു 5 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്ന ഒരാൾക്ക് നിർഭാഗ്യവശാൽ ഒരു 6.25 ലക്ഷം രൂപ അല്ലെങ്കിൽ 6 ലക്ഷത്തിന് മുകളിലോ 6 ലക്ഷം രൂപയോ വന്നു എന്ന് വിചാരിച്ചു. സ്വാഭാവികമായിട്ടും 1.5 ലക്ഷം രൂപ അദ്ദേഹം കയ്യിൽ നിന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സ്റ്റാർ ഹെൽത്ത് വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് ഈ റീചാർജ് ബെനിഫിറ്റ് എന്ന ആനുകൂല്യം ഉൾപ്പെടുത്തിയത് ഈ 5 ലക്ഷത്തിന് പുറമെ 1.5 ലക്ഷം രൂപ വരെ റീചാർജ് ബെനിഫിറ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ 6 ലക്ഷം രൂപയുടെ കവറേജ് വന്നു കഴിഞ്ഞാലും കസ്റ്റമർക്ക് കയ്യിൽ നിന്ന് 5 പൈസ പോലും കൊടുക്കാതെ തന്നെ പൂർണ്ണമായും ആ ആശുപത്രി ചെലവ് നേരിടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ റീചാർജ് ബെനിഫിറ്റിന്റെ ഒരു ഗുണം. മറ്റൊരു പ്രത്യേകത പറയാനുള്ളത് ഇതിന്റെ ക്യുമുലേറ്റീവ് ബോണസ് ആണ്. അത് നോ ക്ലെയിം ബോണസ് ആണ്. മിക്കവാറും നിങ്ങൾക്കറിയാം, നമ്മുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ നോ ക്ലെയിം ബോണസ് അഥവാ NCB എന്താണെന്ന് അറിയാം. ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ നമ്മുടെ ഇൻഷുറൻസിന്റെ അതിന്റെ തുക കൂടുകയും വാഹന ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ പ്രീമിയം കുറയാണ് ചെയ്യുക. ഹെൽത്ത് ഇൻഷുറൻസ് പറയുമ്പോൾ സമ്മേഷനോട് എൻഹാൻസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ ഈ ഒരു പോളിസിയിൽ വരുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആണ്. അതായത് പറഞ്ഞാൽ നമുക്ക് നോ ക്ലെയിം ബോണസ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം 25% അടിസ്ഥാന തുകയോടെ പ്ലസ് ചെയ്യുന്നത്. അതായത് ഉദാഹരണത്തിന് 5 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതേ വർഷം ക്ലെയിം ഒന്നും സംഭവിച്ചില്ല എങ്കിൽ നെക്സ്റ്റ് ഇയർ അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് പരിരക്ഷ 25% എൻഹാൻസ് ചെയ്തിട്ട് 6.25 ലക്ഷം രൂപയായി മാറും. അദ്ദേഹം 5 ലക്ഷം രൂപയുടെ പ്രീമിയം മാത്രമേ അടക്കേണ്ടുള്ളൂ. ഇൻഷുറൻസ് പരിരക്ഷ 6.25 ലക്ഷം രൂപയായി മാറും. നെക്സ്റ്റ് ഇയറിൽ അദ്ദേഹത്തിന് വീണ്ടും ആ വർഷവും ദിവസമായിട്ട് വേറെ ക്ലെയിമുകളൊന്നും വന്നില്ല എങ്കിൽ അടുത്ത തവണ 10% ആണ് അതിൽ ലോഡ് ചെയ്യുന്നത്. അത് മുതൽ അങ്ങോട്ടേക്ക് 100% ആവുന്നത് വരെ പ്രതിവർഷം 10% കൂടെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. അത് ആദ്യത്തെ വർഷം 25%വും രണ്ടാമത്തെ വർഷം മുതൽ 10% വെച്ചിട്ടാണ് നോ ക്ലെയിം ബോണസ് അതിൽ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞിടത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ വർഷം അദ്ദേഹത്തിന് ക്ലെയിം ഒന്നും സംഭവിച്ചില്ല, 10% വീണ്ടും ആഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ വർഷം 1.25 ലക്ഷം പ്ലസ് ചെയ്തതിന് പുറമെ അടുത്ത വർഷം 5 ലക്ഷത്തിന്റെ 10%, അതായത് 50,000 രൂപ. മൂന്നാമത്തെ വർഷം അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് ചാർജ് 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് അത് എടുക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് 6.25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സംരക്ഷണം ലഭ്യമാണ്. ഇനിയാണ് അതിന്റെ അഡീഷണൽ ശരിയായ ഫീച്ചേഴ്സിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതുവരെയുള്ള നോ ക്ലെയിം ബോണസ് മുഴുവനായിട്ട് നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ ഈ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമയിൽ
നാലാമത്തെ വർഷം അദ്ദേഹത്തിന് ക്ലെയിം സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ തൊട്ട് മുമ്പത്തെ വർഷം പ്ലസ് ചെയ്തിരിക്കുന്ന എത്രയാണോ പെർസെന്റേജ് അത് മാത്രമേ നഷ്ടപ്പെടുള്ളൂ. അതായത് എങ്ങനെയാണോ NCP വർദ്ധിക്കുന്നത് അതുപോലെ മാത്രമേ താഴുള്ളൂ. ഒറ്റയടിക്ക് മുഴുവൻ നഷ്ടപ്പെടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ മൂന്നാമത്തെ വർഷം ക്ലെയിം വരുമ്പോൾ ആ തൊട്ട് മുമ്പത്തെ വർഷം പ്ലസ് ചെയ്ത 10% മാത്രമേ കുറയുള്ളൂ. ബാക്കിയുള്ള 6.5 ലക്ഷത്തിന്റെ സമ്മൻഷോട് അപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. അതാണ് ഇതിനെ അട്രാക്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഈ പോളിസിയിലെ മറ്റൊരു പ്രത്യേകത എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സും കവേർഡ് ആണ് എന്നുള്ളതാണ്. ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ നമുക്ക് 24 മണിക്കൂർ ഇൻപേഷ്യന്റ് ആവുന്ന സമയങ്ങളിൽ മാത്രമാണ് സാധാരണ മെഡിക്കൽ ഇൻഷുറൻസ് ആക്റ്റീവ് ആവുന്നത്. എങ്കിൽ 24 hours ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ഉദാഹരണത്തിന് കാറ്ററാക്ട്, അതുപോലെ ഡയാലിസിസ്, കീമോതെറാപ്പി, ഇതുപോലെയുള്ള നമുക്ക് അന്നേ ദിവസം തന്നെ തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഒരുപാട്. അത് എല്ലാ തരം പ്രൊസീജിയേഴ്സും മിക്കവാറും ഇൻഷുറൻസ് കമ്പനികളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇൻഷുറൻസ് പോളിസികളിൽ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പ്രൊസീജിയേഴ്സ് മാത്രമാണ് വരുള്ളൂ. പക്ഷേ സ്റ്റാർ ഹെൽത്തിന്റെ ഈ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ എന്ന പദ്ധതികളിൽ 100%, അതായത് അനസ്തേഷ്യ കൊടുത്ത് ചെയ്യുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ഇതിൽ ഉൾപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊരു അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പോളിസി നടന്നുകൊണ്ടിരിക്കുന്നത് 1 വർഷം കംപ്ലീറ്റ് ആയ പോളിസിയിൽ ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ എങ്കിൽ കുട്ടികളുടെ സമയത്ത് പുതിയൊരു ന്യൂ ബോൺ ബേബി ഈ പോളിസി കാലാവധിക്കുള്ളിൽ ഇൻ ബിറ്റ്വീൻ ജനിക്കുകയാണെങ്കിൽ പോളിസി സമയത്ത് തന്നെ സാധാരണഗതിയിൽ നമുക്ക് അടുത്ത റിന്യൂവൽസിന് മാത്രമേ ആ കുട്ടിയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ ഒരു പോളിസി പ്രകാരം ജനിച്ചിട്ട് 16 ദിവസത്തിന് ശേഷം ആ കുട്ടിയുടെ ബർത്ത് ഡീറ്റെയിൽസും കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയും കൂടെ അതിനൊരു അഡീഷണൽ പ്രീമിയം കൊടുക്കാതെ തന്നെ ആ കുട്ടിയെ അതിൽ ഉൾപ്പെടുത്താം. നെക്സ്റ്റ് ഇയറിലെ റിന്യൂവലിന് മാത്രമേ ആ കുട്ടിയുടെ പ്രീമിയം നമുക്ക് അതിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ന്യൂ ബോൺ കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിന് നിശ്ചിത 50,000 രൂപ വരേക്കുള്ള ട്രീറ്റ്മെന്റിന്റെ സൗകര്യം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിതൗട്ട് എനി പെയിൻ ഫോർ ദ പ്രീമിയം. ഇതും ഇതിന്റെ ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഈ പോളിസിയിൽ ആയുഷ് ട്രീറ്റ്മെന്റ് സൗകര്യം ലഭ്യമാണ്. അതായത് നമ്മൾ അലോപ്പതി ട്രീറ്റ്മെന്റ് അല്ലാതെ ആയുഷ് ട്രീറ്റ്മെന്റ് ബെനിഫിറ്റും കൂടി ഇതിൽ ലഭ്യമാണ്. അത് സ്ലാബ് വൈസ് ആയിട്ടാണ് ഇതിന്റെ എമൗണ്ടിന്റെ ടോക്കൺ നിശ്ചയിച്ചിട്ടുള്ളത്. നോർമലി അത് 3 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ 10,000 രൂപയും, 5 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് തുകയ്ക്ക് 15,000 രൂപയും, 20 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ 20,000 രൂപയാണ് ആയുഷ് ട്രീറ്റ്മെന്റിന് ലഭിക്കുന്നത്. മറ്റൊരു പ്രിവിലേജ് സ്റ്റാർ ഹെൽത്ത് ഇതിൽ കൊടുക്കുന്നത് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ. അതായത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് മെഡിക്കൽ അഡ്വൈസ് ആവശ്യമാണെങ്കിൽ കമ്പനിയെ അറിയിക്കുകയാണെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ അവിടെ സമർപ്പിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് എടുക്കുന്നു ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ കൂടി ലഭിക്കാനുള്ള ഒരു സൗകര്യം സ്റ്റാർ ഹെൽത്ത് കസ്റ്റമർ പ്രിവിലേജിന് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. ഇത്തരം ഫീച്ചേഴ്സ് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് പോളിസി എടുക്കുന്നതിന് മുമ്പ് വല്ല മെഡിക്കൽ ടെസ്റ്റുകളും വേണോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാവരും മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായും ഇതിലൊരു പ്രീ മെഡിക്കൽ എക്സാമിനേഷൻ ആവശ്യമാണ്. അത് 50 വയസ്സിന് മുകളിൽ ഈ പോളിസിയിൽ അംഗമാവുന്നവർക്ക് പ്രീ മെഡിക്കൽ എക്സാമിനേഷൻ നിർബന്ധമാണ്. അത് സ്റ്റാർ ഹെൽത്ത് നിർദ്ദേശിക്കുന്ന സെന്റേഴ്സിൽ നമ്മൾ പോയിട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കോസ്റ്റ് മുഴുവൻ കമ്പനി തന്നെയാണ് ബെയർ ചെയ്യുന്നത്. നമ്മൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ ഒരു ഫ്രീ ചെക്കപ്പ് തന്നെ അതുകൊണ്ട് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു ഗുണം. ഇത്രയൊക്കെ ഫീച്ചേഴ്സ് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലൊരു കോപേയ്മെന്റ് ഫെസിലിറ്റി ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കോപേയ്മെന്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ആ കോപേയ്മെന്റ് എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിൽ 61 വയസ്സ് മുതൽ ഈ പോളിസിയിൽ എൻട്രി ചെയ്യുന്ന ഒരാൾക്ക് 20% കോപ്പേ അപ്ലൈഡ് ആണ്. കുറച്ചുകൂടി ലഘുവായിട്ട് പറയുകയാണെങ്കിൽ 5 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷം രൂപ അദ്ദേഹത്തിന് കോസ്റ്റ്ലെസ് ആയി എക്സ്പെൻസ് വന്നു എങ്കിൽ 5 ലക്ഷത്തിന്റെ 20%, അതായത് 1 ലക്ഷം രൂപ കുറച്ചിട്ട് അദ്ദേഹം 4 ലക്ഷം രൂപ മാത്രമേ ക്ലെയിം കിട്ടുള്ളൂ. 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അംഗം, അത് 60 വയസ്സിന് മുമ്പ് തന്നെ ഈ പോളിസിയിൽ അംഗമാവുക എന്നുള്ളതാണ് ആരോഗ്യകരമായ ഒരു തീരുമാനം. ഇല്ലെങ്കിൽ നമുക്ക് ആ കോപ്പേ വന്നിട്ട് അത്രയും പേയ്മെന്റ് നമ്മളെ കയ്യിൽ നിന്നും നമ്മൾ കൊടുക്കേണ്ടതായ ഒരു സാഹചര്യം വന്നേക്കാം. നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ഇനി ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സ്വാഭാവികമായിട്ടും 3 തരം വെയിറ്റിംഗ് പീരീഡ്സ് ആണ് ഈ പോളിസി ഉൾപ്പെടുത്തുന്നത്. ഒന്ന് ഫസ്റ്റ് 30 ഡേയ്സ്, മറ്റൊന്ന് 2 ഇയേഴ്സ് എക്സ്ക്ലൂഷൻ, മറ്റൊന്ന് നിലവിലുള്ള അസുഖങ്ങൾക്ക് 48 മാസത്തെ എക്സ്ക്ലൂഷൻസ്. എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് പോളിസി എടുത്തിട്ട് ആക്സിഡന്റ് ക്ലെയിം നമുക്കത് പോളിസി എടുത്ത് അന്ന് മുതൽ തന്നെ ലഭ്യമാണ്. ആക്സിഡന്റ് അല്ലാതെ അസുഖങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പോളിസി എടുത്ത് ആദ്യത്തെ ഫസ്റ്റ് 30 ഡേയ്സിന് ശേഷം വരുന്ന അസുഖങ്ങൾ മാത്രമേ ഇതിന് കവറേജ് ഉണ്ടാവുള്ളൂ. അതിന് മുമ്പെയുള്ള അസുഖങ്ങൾക്ക് കവറേജ് ഉണ്ടാവില്ല. കണ്ടീഷൻ നമ്പർ 2, പോളിസി എടുത്തിട്ട് ആദ്യത്തെ 2 വർഷം
നിശ്ചിത അസുഖങ്ങൾക്ക്, അതായത് നെയ്മഡ് എലമെന്റ്സ് എന്ന് പറയുന്ന നിശ്ചിത അസുഖം, അത് IRDAയുടെ സ്പെഷ്യൽ നോംസ് പ്രകാരം എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഡിക്ലെയർ ചെയ്യുകയാണ്. അത് സ്റ്റാറിലും അപ്ലൈഡ് ആണ്. ഈ നെയ്മഡ് എലമെന്റ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഒരു മേജറായിട്ട് ക്രോണിക് അസുഖങ്ങളല്ലാതെ ആന്റിബയോട്ടിക് കൊണ്ടോ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ ഒക്കെ നമുക്ക് ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്ന, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വെരിക്കോസിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ കാറ്ററാക്റ്റിന്റെ പ്രശ്നങ്ങൾ, പൈൽസിന്റെ പ്രശ്നങ്ങൾ, അതുപോലെയുള്ള ഒരു നെയ്മഡ് ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങൾ, അത് ആദ്യത്തെ 2 വർഷം നിർബന്ധമായിട്ട് കിട്ടില്ല. പോളിസി എടുക്കുന്ന സമയത്ത് നിലവിലില്ല എങ്കിലും പോളിസി എടുത്തതിന് ശേഷം ആദ്യത്തെ 2 years എക്സ്ക്ലൂഷൻ വരുന്ന ഇത്തരം അസുഖങ്ങളുടെ ഒരു കണ്ടീഷൻസ് അവിടെ അപ്ലൈഡ് ആണ്. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പോളിസി എടുക്കുന്ന സമയത്ത് നിലവിൽ വല്ല അസുഖങ്ങളും ഉള്ള ഒരാളാണെങ്കിൽ അത്തരം അസുഖങ്ങളെ കുറിച്ചിട്ട് കമ്പനിയിൽ അറിയിക്കണം. കമ്പനിയുടെ അണ്ടർറൈറ്റിംഗ് വെച്ചിട്ട് അത് അംഗീകരിക്കപ്പെടുന്ന അസുഖങ്ങളാണെങ്കിൽ അത്തരം അസുഖങ്ങളുള്ളവർക്ക് ആ അസുഖങ്ങളുടെ തുടർ ട്രീറ്റ്മെന്റ് 4 വർഷത്തിന് ശേഷം മാത്രമേ കിട്ടുള്ളൂ എന്നതാണ് മൂന്നാമത്തെ ക്ലോസ്. ഇത്രയും കണ്ടീഷൻസ് ഇതിൽ അപ്ലൈ ചെയ്യണം. ഇത്ര മാത്രമുള്ള കണ്ടീഷൻസ് ആണ് ഇതിലുള്ളത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും നേരത്തെ ആരോഗ്യമുള്ള സമയത്ത് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നല്ലൊരു ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന നമ്മളൊരു പോക്കറ്റ് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു പോളിസിയാണ്, സൂപ്പർ സേവർ പദ്ധതിയാണ് പറയുന്ന സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ. നമുക്കതിന്റെ പ്രീമിയം ഇനി എത്രയാവും എന്നൊന്ന് പരിശോധിക്കാം. പ്രീമിയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏകദേശം നമുക്ക് ഉദാഹരണത്തിന് 45 വയസ്സ് ഫാമിലിയുള്ള 2 അഡൽട്ടും 2 കുട്ടികളുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കാം. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ന്യൂക്ലിയർ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ 2 കുട്ടികളാണ് സ്വാഭാവികമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് കൂടുതലാവാം കുറവാം. എന്നിരുന്നാലും 45 വയസ്സ് പ്രായമുള്ള ഒരു ഫാമിലിയിൽ 2 adults 2 childrenസും അടക്കം 5 ലക്ഷം രൂപ മുകളിലുള്ള ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ വരുന്ന പ്രീമിയം സ്റ്റാറിന്റെ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമയിൽ ഏകദേശം 17,594 രൂപ മാത്രമാണ്. ഈ കാര്യങ്ങളിൽ സമഗ്ര ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതുകൊണ്ട് തന്നെ ഏത് തരം അസുഖങ്ങൾക്കും നമുക്ക് പൂർണ്ണമായും ആ ഫാമിലി 5 ലക്ഷം രൂപയുടെ സമ്പൂർണ്ണ ഇൻഷുറൻസ് കവറേജ് കിട്ടുമെന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കുക. അതിന് പുറമെ നമ്മൾ ഈ പറയുന്ന നേരത്തെ പ്രതിപാദിച്ച രീതിയിൽ ഒട്ടനവധി എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആരോഗ്യമുള്ള സമയത്ത് മാത്രമേ നമുക്ക് പോളിസി എടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു സമഗ്ര ഇൻഷുറൻസ് പോളിസിയിൽ അംഗമാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഇത്തരത്തിൽ മാർക്കറ്റിൽ ലഭ്യമാവുന്ന നമ്മുടെ പോക്കറ്റിനിണങ്ങുന്ന ഒത്തിരി ഇൻഷുറൻസ് പോളിസികൾ ഇനിയും പറയാനുണ്ട്. നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്, ശ്രീവത്സൻ. ബൈ.